എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ആന അവിടേക്ക് വീണിരിക്കുന്നു എന്നതാണ്. ആ മസ്തകത്തിൽ മുറിവേറ്റ ആന ഇപ്പോൾ താഴേക്ക് വീണിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ മറ്റാനയെ ഓടിക്കാനായിട്ട് വനം വകുപ്പ് വെടിയുതിർക്കുന്നുണ്ട്. ആനയെ ഓടിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് വെടിയുതിർക്കുന്നു. ആളുകളോട് മാറി നിൽക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശബ്ദമുണ്ടാക്കി മറ്റാനയെ ഏഴാറ്റുമുഖം ഗണപതിയെ ഇവിടെ നിന്ന് ഓടിക്കുന്നു എന്നതാണ്. ഈ ശബ്ദം കേൾക്കാം. ചുറ്റുപാട് നിന്ന് അതിനെ വെടിയുതിർക്കുന്നു. അത് റബ്ബർ ബുള്ളറ്റ്, അത് ശബ്ദമുള്ള റബ്ബർ ബുള്ളറ്റ് അത് ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുകയും മറ്റ് ആനയെ അത് അവിടെ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നു. ഏഴാറ്റുമുഖം ഗണപതി അവിടെ നിന്ന് മാറിയിരിക്കുന്നു. മറ്റ് ആന അതിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഡോക്ടർമാരുടെയും വനപാലകരുടെയും സംഘം അവിടേക്ക് ഇരച്ചെത്തിയിരിക്കുന്നു. ഇനിയുള്ള നിമിഷങ്ങൾ നിർണായകമാണ്. കാരണം മറ്റ് ആന നോക്കുക, ഏഴാറ്റുമുഖം ഗണപതി കാട്ടിലേക്ക് പിൻവാങ്ങുകയാണ്. അത് ഇതിൽ തന്റെ സുഹൃത്ത് അവിടെ വീണിരിക്കുന്നു. സമാശ്വാസങ്ങൾ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ നേരെ തിരിയുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇങ്ങോട്ട് ഇപ്പോൾ ആന ഏഴാറ്റുമുഖം ഗണപതി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാട്ടിലേക്ക് അതിനെ ഓടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെയും അടുത്തേക്ക് ആനയ്ക്ക് മറ്റാനയുടെ അടുത്തേക്ക് വനംപാലകരടക്കം ഇവിടെയുണ്ട്. അവര് അവിടേക്ക് എത്തിയിരിക്കുന്നു. ആന വീണിരിക്കുന്നെന്നാണ്. നേരത്തെ തന്നെയും ഈ മയക്കുവെടി സംബന്ധമായ കാര്യങ്ങളിൽ കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്കകളടക്കം നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. അതിൽ ഇപ്പോൾ മറ്റ് ആന ഏഴാറ്റുമുഖം ഗണപതി അപ്പുറത്തെ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു, മറുഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ്. അവിടെയും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ അത് കാട്ടിലേക്ക് കയറുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള ഡോക്ടർമാർ ഇപ്പോൾ മയക്കുവെടിയേറ്റ് വീണ ആനയുടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരത് പരിശോധിക്കുകയാണ്. ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഏഴാറ്റുമുഖം ഗണപതി ഇപ്പോൾ വനത്തിലേക്ക് പിൻവാങ്ങുന്നു. ഇവിടെ വാച്ചർമാരടക്കം ഇവിടേക്ക് അത് ഇറങ്ങാതിരിക്കാനായിട്ട്, കാരണം അതൊരു അപകടകരമായ ഒരു സാഹചര്യമാണ്. തന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാന വീണിരിക്കുന്നു. ഇത്രയും നേരം അത് പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിലൊന്ന് ഇപ്പോൾ നിലം പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകോപിതനാണ്. അതുകൊണ്ട് ഏത് രീതിയിലും അത് പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ തോക്കുമായി അതിന് താഴേക്ക് എത്തുന്നതിന് തടസ്സമിട്ടുകൊണ്ട് തോക്കുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് വനത്തിലേക്ക് തന്നെ കയറി പോകുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർമാരുടെ ഒരു വലിയൊരു സംഘം അതോടൊപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം അവിടേക്ക് ഈ മറ്റേ വീണ ആനയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. മസ്തകത്തിൽ മുറിവേറ്റ ആന നിലത്ത് വീണിരിക്കുന്നു. അതിനടുത്തേക്ക് ഡോക്ടർമാരുടെയും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംഘം എത്തിയിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? കാരണം അത് താഴേക്ക് അത് വീഴുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അതിന്റെ ഒരു ആരോഗ്യ സാഹചര്യം തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ കൊങ്കി ആനകൾ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തി നിൽക്കാനായിട്ട് സാധിക്കാത്ത ഒരു ആരോഗ്യ സ്ഥിതിയാണ് അതിനുള്ളതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മറ്റ് സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ക്രെയിൻ ഉപയോഗിക്കണോ, കയറ് കെട്ടി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പൊക്കി നിർത്താൻ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം വേണം. ആ രീതിയിലുള്ള ചടുലമായ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആനയ്ക്ക് വടം ചുറ്റുന്നുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആനയ്ക്ക് വടം ചുറ്റുന്നു. അങ്ങനെ ഉയർത്തി നിർത്താൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അവിടേക്ക് മരുന്നെത്തിക്കുന്നുണ്ട്. എന്തായാലും അവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നത് ഡോക്ടർമാരുടെ സംഘം, വനപാലകരുടെ സംഘം ഇവരെല്ലാം വളരെ ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെയും ഇതിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിന്നിരുന്നതിനാൽ അത്തരം ചില മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നു. ആനയ്ക്ക് വടം ചുറ്റുകയാണ്. വടം ചുറ്റി അതിനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ക്രെയിനോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തി നിർത്താൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ രീതിയിലാണ് നിലവിലത്തെ ഒരു സാഹചര്യങ്ങൾ ഉള്ളത്. ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. ആനയ്ക്ക് നൽകുന്നതിന് വേണ്ടി വെള്ളവും മറ്റും കാര്യങ്ങളും എത്തിക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർമാർക്കും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും എളുപ്പമായ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സർഫസിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട്